SAPWork. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. നെക്സ്റ്റ് വാച്ച് ദ വീഡിയോ. ചിൽഡ്രൻ, പാർട്ട് 1ലും പാർട്ട് 2ലും ആയിട്ട് നിങ്ങൾ കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിന്റെ ബേസിക് യൂണിറ്റ്സും മറ്റ് സ്മോളർ യൂണിറ്റ്സും ബിഗർ യൂണിറ്റ്സും ഒക്കെ ചെയ്തു പഠിച്ചുവല്ലോ. ഇനി നെക്സ്റ്റ് വരുന്നത് യൂണിറ്റ്സിനെ തന്നെ രണ്ടായിട്ട്, ഈ പാർട്ടില് യൂണിറ്റ്സിനെ തന്നെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഒന്നും ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഒന്നും പറഞ്ഞ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. യൂണിറ്റ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഇനി എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്? Units divided into two: fundamental unit, derived unit. Units are divided into two: fundamental unit and derived unit. Next is, what is this fundamental unit? There are some units. What is fundamental unit? There are some quantities which are not related to one another and cannot be expressed using other quantities. Such quantities are fundamental quantities. The units of fundamental quantities are fundamental units. Okay. Fundamental unit. Fundamental unit is, how to define fundamental unit? There are some quantities which are not related to one another. Not related to one another and cannot be expressed using other quantities. മറ്റുള്ള ക്വാണ്ടിറ്റീസ് ആയിട്ട് ഒരുപാട് ക്വാണ്ടിറ്റീസ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പഠിച്ചു. ലെങ്ത്, മാസ്, ടൈം. അപ്പൊ ഒന്നിനോട് ഒന്ന് റിലേറ്റ് ചെയ്യാതെ ചെയ്യുന്ന യൂണിറ്റാണ് പറയുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ്. cannot express using other quantities. Such quantities are fundamental quantities. The units of fundamental quantities are fundamental units. Now I am giving some examples for fundamental quantities. Like length, mass, time, electric current, temperature, amount of substance, luminous intensity, fundamental quantities: length, mass, time, electric current, temperature, amount of substance, luminous intensity. Some examples for fundamental quantities. Now I am writing fundamental units of each quantities. Fundamental units. Fundamental unit of length is studied ആണ്, നമ്മൾ പഠിച്ചതാണ്, learned. എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ്? ഫണ്ടമെന്റൽ യൂണിറ്റ് എന്താണ്? ബേസിക് യൂണിറ്റ് എന്താണ്? മീറ്റർ. ഓക്കെ. ഇനി ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ് ഓഫ് മാസ് കിലോഗ്രാം.
അടുത്തത് ടൈം, ബേസിക് യൂണിറ്റ് ഓഫ് ടൈം അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ടൈം സെക്കൻഡ്. ഓക്കെ, ഇലക്ട്രിക് കറന്റ് ആംപിയർ, ടെമ്പറേച്ചർ കെൽവിൻ, amount of substance mole, luminous intensity candela. These are the fundamental units of these fundamental quantities. Its symbols are meter, we can write small letter m, kilogram we can write in kg, second in s, ampere capital letter A, Kelvin capital letter K, mole small letter mol, and candela cd. This is fundamental quantities and fundamental units. And another one thing is these fundamental units or basic units also known as, നിങ്ങൾ SI യൂണിറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഒക്കെ പറഞ്ഞു. SI യൂണിറ്റ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് യൂണിറ്റ്സിനെ, ബേസിക് യൂണിറ്റ്സിനെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ബേസിക് യൂണിറ്റ്സ് ഒക്കെ കുറെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ബേസിക് യൂണിറ്റ്സിനെ ഒക്കെ എന്തായിട്ട് പറയും? SI യൂണിറ്റ്സ് ആയിട്ട് പറയും. SI യൂണിറ്റ്സ് ഒന്നും യൂസ് ചെയ്യും. അപ്പൊ എന്താണ് അതിന്റെ ഫുൾ ഫോം? എക്സ്പാൻഡ് ചെയ്യുക എങ്ങനെയാണ്? SI യൂണിറ്റ്, SI യൂണിറ്റ്സ്. SI യൂണിറ്റ്സിന്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. എന്താണ്? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് SI യൂണിറ്റ്സ്. നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ പറ്റി പഠിച്ചു, അതിന്റെ എക്സാമ്പിൾസും പറഞ്ഞു. അപ്പോൾ യൂണിറ്റ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് അല്ലെ. അപ്പൊ ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെ എക്സാമ്പിൾസ് ഒക്കെ എഴുതി, അതിന്റെ ഷോർട്ട് ആയിട്ട് എങ്ങനെ ചെറിയ രൂപത്തിൽ എഴുതാം ഒക്കെ പഠിച്ചു, അതിന്റെ യൂണിറ്റ്സ് ഒക്കെ പറഞ്ഞു. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. Derived units, units which are expressed in terms of fundamental units. Units which are expressed in terms of fundamental units are known as derived units. Units which are expressed in terms of fundamental units are called derived units. Okay, then derived unitsലും ഇതുപോലെ ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. എക്സാമ്പിൾസ് ആയിട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, അതിന്റെ യൂണിറ്റും പറയാം. ഡിറൈവ്ഡ് യൂണിറ്റ്സ് മെയിൻ ആയിട്ട് ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെയാണ് ഡിപെൻഡ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡിപെൻഡ്സ് അപ്പോൺ ദ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഡിപെൻഡ് ചെയ്തിരിക്കുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെയാണ്. ഓക്കെ, ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ഓഫ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഏരിയ എടുക്കുകയാണെങ്കിൽ എന്താണ് ഏരിയയുടെ ഇക്വേഷൻ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. ഏരിയയുടെ ഇക്വേഷൻ ആണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇനി യൂണിറ്റ് ഓഫ് ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. യൂണിറ്റ് ഓഫ് ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? യൂണിറ്റ് ഓഫ് ലെങ്ത് എഴുതും. എന്താ യൂണിറ്റ് ഓഫ് ലെങ്ത്? മീറ്റർ ഇൻറ്റു യൂണിറ്റ് ഓഫ് ബ്രെഡ്ത്ത് മീറ്റർ. Then we will get meter into meter square. Okay, next volume. Next example volume. വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ലെങ്ത് ഇൻറ്റു
ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് എന്ത് വോളിയം. എന്നിട്ട് നമ്മൾക്ക് എന്താ വേണ്ടത്? ഇതിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കണം അല്ലെ? വോളിയത്തിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കണം. യൂണിറ്റ് ഓഫ് വോളിയം ഈക്വൽസ്, ഫസ്റ്റ് ഏതിന്റെ യൂണിറ്റ് എഴുതണം? ലെങ്ത്തിന്റെ യൂണിറ്റ് എഴുതണം. ഇൻറ്റു ബ്രെഡ്ത്തിന്റെ യൂണിറ്റ്, ഹൈറ്റിന്റെ യൂണിറ്റ്. ദാറ്റ് ഈക്വൽസ് മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ, 3 പ്രാവശ്യം മീറ്റർ. അപ്പൊ മീറ്റർ ക്യൂബ്. ഓക്കെ. Another one physical quantity, density. ഇവിടെ density ആണ് എടുക്കുന്നത്. Density is equal to, what is the equation for density? Mass by volume. Density equals mass by volume. So unit of density ചെയ്യാണെങ്കിൽ യൂണിറ്റ് ഓഫ് മാസ് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിറ്റ് ഓഫ് മാസ്, അതെ, കിലോഗ്രാം ആണ്. യൂണിറ്റ് ഓഫ് വോളിയം എന്താണ്? യൂണിറ്റ് ഓഫ് വോളിയം മീറ്റർ ക്യൂബ് കിട്ടിയിട്ടുണ്ട് അല്ലെ നേരത്തെ, മീറ്റർ ക്യൂബ്. അപ്പൊ യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി എന്തായി? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതില് ഒരുപാട് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ജോയിൻ ചെയ്തിട്ടാണ് ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആയത്. അതായത് ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ഡിറൈവ്ഡ് യൂണിറ്റ്. അപ്പോ ഏരിയയുടെ യൂണിറ്റ് എഴുതി. യൂണിറ്റ് ഓഫ് ഏരിയ എന്തായിരുന്നു? മീറ്റർ സ്ക്വയർ ആണ്. യൂണിറ്റ് ഓഫ് വോളിയം എന്താണ്? മീറ്റർ ക്യൂബ്ഡ് ആണ്. അതുപോലെ ഡെൻസിറ്റി, യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, നമ്മള് കുറച്ച് മെഷർമെന്റ്സും അതിന്റെ യൂണിറ്റ്സും ഒക്കെ പഠിച്ചു കഴിഞ്ഞു. അതില് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആയിട്ടും ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആയിട്ടും ഒക്കെ ഡിവൈഡ് ചെയ്തു. അതിന്റെ ഓരോരോ എക്സാമ്പിൾസും എങ്ങനെയൊക്കെയാണ് അതിന്റെ സിമ്പിൾസ് വരുന്നതും ഒക്കെ ചെയ്തു. ഇനി ഈ സിമ്പിൾസ് എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളുണ്ട് കുറച്ച്. അതിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫോർ എക്സാമ്പിൾ യൂണിറ്റ് ഓഫ് ലെങ്ത് ആണ് ചെയ്യുന്നതെങ്കിൽ യൂണിറ്റ് ഓഫ് ലെങ്ത് എന്താണ്? മീറ്റർ ആണ്. ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ. അതിന്റെ സിമ്പിൾ എന്താണ് വരുന്നത്? സ്മോൾ ലെറ്റർ എം ആണ്. അപ്പൊ നമ്മൾ എഴുതുന്ന യൂണിറ്റ് കംപ്ലീറ്റ് നെയിം എഴുതുമ്പോഴേ METRE ആണെങ്കിലും അത് സിമ്പിൾ ആയിട്ട് എഴുതുമ്പോൾ എപ്പോഴും സ്മോൾ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുക. ഇംഗ്ലീഷ് ലെറ്റേഴ്സിലെ സ്മോൾ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുക സിമ്പിൾ ആയിട്ട്. അപ്പൊ സെക്കൻഡ് ബേസിക് യൂണിറ്റ് ഓഫ് ടൈം സെക്കൻഡ്. അതിന്റെ സിമ്പിൾ എങ്ങനെയാണ്? സിമ്പിള് സ്മോൾ ലെറ്റർ എസ് ആണ്. യൂസ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ എസ്. അതുപോലെ മാസിന്റെ എന്താണ്? കിലോഗ്രാം ആണ്. കിലോഗ്രാമിന്റെ സിമ്പിൾ എന്താണ്? സ്മോൾ ലെറ്റർ kg ആണ് യൂസ് ചെയ്യുന്നത്. അല്ലെ? അപ്പോ മറ്റു ചില സിറ്റുവേഷൻസിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതെവിടെയാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ ആയിട്ട് യൂണിറ്റ്സിന്റെ സിമ്പിൾസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അവിടെയാണ് ഇപ്പം ചില വ്യക്തികളുടെ പേര്, അതായത് സയന്റിസ്റ്റുകളുടെ പേര് യൂസ് ചെയ്യാറുണ്ട് യൂണിറ്റ് ആയിട്ട്, അവരെ ഓർമ്മക്കായിട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സർ ഐസക് ന്യൂട്ടന്റെ പേര് എന്റെ നെയിം എടുക്കാറുണ്ട് എന്തായിട്ട്? യൂണിറ്റ് ആയിട്ട് എടുക്കാറുണ്ട്. യൂണിറ്റ് ഓഫ് ഫോഴ്സ് ആണ് ന്യൂട്ടൺ. അപ്പൊ അവിടെ ക്യാപിറ്റൽ ലെറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ക്യാപിറ്റൽ ലെറ്റർ N ആണ് യൂസ് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് ഫോഴ്സിന്റെ ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ സർ ഐസക്
സർ ഐസക് ന്യൂട്ടൺ. സർ ഐസക് ന്യൂട്ടന്റെ പേരാണ്, കംപ്ലീറ്റ് നെയിം ആണ് ഇത്, സർ ഐസക് ന്യൂട്ടൺ. അതില് യൂണിറ്റ് ഓഫ് ഫോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്താണ്? യൂണിറ്റ് ഓഫ് ഫോഴ്സ് ന്യൂട്ടൺ ആണ്. ഈ ന്യൂട്ടന്റെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ N ആണ്. സർ ഐസക് ന്യൂട്ടൺ സയന്റിസ്റ്റ് ആണ്. സയന്റിസ്റ്റിന്റെ ഓർമ്മക്കായിട്ട് യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഇയാളെ നെയിം ആണ്, സയന്റിസ്റ്റിന്റെ നെയിം ആണ് യൂസ് ചെയ്യുന്നത്, ന്യൂട്ടൺ. അപ്പൊ SI യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഇസ് ന്യൂട്ടൺ. അതിന്റെ സിമ്പിൾ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ N ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അനദർ വൺ ഇസ് ബ്ലേസ് പാസ്കൽ. ബ്ലേസ് പാസ്കൽ വൺ സയന്റിസ്റ്റ് ആണ്, ബ്ലേസ് പാസ്കൽ. ബ്ലേസ് പാസ്കലിന്റെ N നെയിം യൂണിറ്റ് ഓഫ് പ്രഷർ. യൂണിറ്റ് ഓഫ് പ്രഷർ ആയിട്ട് യൂസ് ചെയ്യുന്നത് വരുന്നത് പാസ്കൽ ആണ്. പാസ്കൽ യൂണിറ്റ് ഓഫ് പ്രഷർ, പാസ്കൽ. ഇതിന്റെ സിമ്പിൾ എന്താണ്? PA ആണ്, ക്യാപിറ്റൽ ലെറ്റർ PA, ക്യാപിറ്റൽ ലെറ്റർ P then A. Okay, Blaise Pascal is one scientist. സയന്റിസ്റ്റിന്റെ N നെയിം യൂണിറ്റ് ഓഫ് പ്രഷർ ആയിട്ട് യൂസ് ചെയ്യുന്നു ഓർമ്മക്കായിട്ട്. പാസ്കൽ, ഓൺലി പാസ്കൽ. SI യൂണിറ്റ് ഓഫ് പ്രഷർ ഇസ് പാസ്കൽ. അത് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ PA ആണ്, PA. ഓക്കെ, നെക്സ്റ്റ് അനദർ വൺ ഇസ് Alessandro Volta. Alessandro Volta ഇതൊരു സയന്റിസ്റ്റ് ആണ്. യൂണിറ്റ് ഓഫ് വോൾട്ടേജ് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, യൂണിറ്റ് ഓഫ് വോൾട്ടേജ് ഓർ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? വോൾട്ട് ആണ്, വോൾട്ട്. ഓക്കെ, യൂണിറ്റ് ഓഫ് SI യൂണിറ്റ് ഓഫ് വോൾട്ടേജ് എന്താണ്? വോൾട്ട് ആണ്. അല്ലെങ്കിൽ SI യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? വോൾട്ട് ആണ്. അപ്പൊ അതിന്റെ സിമ്പിൾ എങ്ങനെ എഴുതുന്നത്? ക്യാപിറ്റൽ ലെറ്റർ V ആണ്, ക്യാപിറ്റൽ ലെറ്റർ V ആണ് അത് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ചിൽഡ്രൻ, പാർട്ട് 3 ഇവിടെ എൻഡ് ആവുകയാണ്. അതുപോലെ ചാപ്റ്ററും ഫിനിഷ് ആയി. ഇനി നിങ്ങൾ മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാം. ഓക്കെ, സബ്സ്ക്രൈബ്, like, share and comment.